നേരെ തിരിച്ചുകൊണ്ട് റസൂൽ പറയാം, മൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫഅമില ബിഹാ, ആരെങ്കിലും ഒരു മോശമായ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചു, ഫഅമില ബിഹാ, അവനത് ചെയ്ത് കാണിച്ചു കൊടുത്തു, കാന അലൈഹി വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി, അവനിക്ക് ശേഷം ആരൊക്കെയാണോ അത് ചെയ്യുന്നത് അതിന്റെ ഒക്കെ പാപഭാരം അവൻ പേറേണ്ടി വരും. ലാ യൻഖുസു മിൻ ഔസാരിഹിം ഷൈഅ, ഇവനിക്ക് അവരുടെ പാപഭാരം കിട്ടുന്നത് കൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരുടെ പാപഭാരം കുറയില്ല, അവർക്കും അതിന്റെ ശിക്ഷയുണ്ട്, അവർക്ക് തുല്യമായിട്ട് ഇവനും അതിന്റെ ശിക്ഷയുണ്ട്. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ, ഏടുകൾ എടുക്കപ്പെടുന്നത് വരെ. ഒന്നാലോചിച്ച് നോക്കിയാൽ മുഫസ്സിറുകൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുപോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മക്കള്, ആ മക്കള് നമുക്ക് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്. നമ്മൾ എങ്ങനെയാണോ ആ മക്കളെ വളർത്തുന്നത് അതിന്റെ ഒരു ഭാഗം നമുക്കുണ്ട്. നല്ല രീതിയിൽ ദീനനുസരിച്ച് മക്കളെ വളർത്തിയോ അത് നമുക്കുണ്ട്. മൻ സന്ന സുന്നതൻ ഹസന, നന്മയാണ്. അഥവാ ആ മക്കളിൽ മോശപ്പെട്ട കാര്യം, ദീനല്ലാത്തതാണ് നാം പഠിപ്പിച്ചു കൊടുത്തത്, ദീനല്ലാത്ത സംസ്കാരത്തിലാണ് ആ മക്കളെ വളർത്തിയതെങ്കിൽ അവരിലൂടെ ആ സ്വഭാവവും ആ സംസ്കാരവും ആരിലേക്കൊക്കെ നീക്കപ്പെടുമോ അതിന്റെ ഒക്കെ പാപഭാരം നമുക്കുണ്ടാവും. നമ്മുടെ കുടുംബം, ആ കുടുംബത്തിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തെറ്റായ രീതിയിലാണ് ആ കുടുംബത്തെ നയിച്ചതെങ്കിൽ അതിനുശേഷം ആ പരമ്പരയിൽ വരുന്ന എല്ലാ തെറ്റിന്റെയും പാരമ്പര്യം നമ്മൾ പറയേണ്ടി വരും. അത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക. തിന്മകൾക്ക് ഒരിക്കലും തുടക്കക്കാരാകരുത്. ഒരു രീതിയിലും, കൂട്ടുകാരിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മക്കളിലാണെങ്കിലും ഒരിക്കലും ഒരു തിന്മയുടെയും തുടക്കക്കാരാകരുത്. അത് വലിയ നാശത്തിന്റെ അടയാളമാണ്. മറിച്ച് നന്മയിൽ മുൻപന്തിയിൽ ഉണ്ടാവും, നന്മയുടെ തുടക്കക്കാരാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുറെ സമയം ആവശ്യപ്പെട്ടപ്പോ ഒരു സഹാബി എന്ത് ചെയ്തു, ഒരു പിടി ഈത്തപ്പഴമായിട്ട് വന്നു. അതൊരു കഫ് മുഴുവൻ ഉണ്ടായിട്ടില്ല, കുറച്ച്, ഒരു പിടി മുഴുവനായിട്ടില്ല, അത്രയും കുറച്ച് ഈത്തപ്പഴമായിട്ട് വന്നു, റസൂൽ മുമ്പിൽ സമർപ്പിച്ചു. ഇത് കണ്ടപ്പോ മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്തു, ഓരോന്നായിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഇദ്ദേഹം കൊണ്ടുവന്നതോ ഒരു മുഴുവൻ ഒരു കഫ് പോലും, ഒരു പിടി പോലും ഈത്തപ്പഴമില്ലാത്ത കുറച്ച് ഈത്തപ്പഴം. ഇദ്ദേഹം ഇത് ചെയ്ത് കണ്ടപ്പോ മറ്റെല്ലാവരും എന്ത് ചെയ്തു, ഓരോന്നിങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അവസാനം 2 വലിയ കൂമ്പാരം സാധനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമായി. ഇത് കണ്ടപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞത്. അത് ഏത് മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്മയിൽ പങ്കാളികളാവുകയും നന്മയുടെ തുടക്കക്കാരാകാൻ കഴിയും. അതേപോലെ തിന്മയുടെ തുടക്കക്കാരാകാനും നമുക്ക് കഴിയും. ഈ ഒരു കാലഘട്ടത്തിൽ എളുപ്പത്തിലാവും. നന്മയിൽ തുടക്കക്കാരാകുന്നതിനേക്കാൾ എളുപ്പത്തിൽ എന്താവും, തിന്മയുടെ തുടക്കക്കാരാകാൻ കഴിയും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. അഥവാ നമ്മുടെ ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ അത് നമ്മളാൽ അവിടെ തീരണം, മറ്റൊരാളിലേക്ക് അത് കിടക്കാൻ പാടില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ അവസാനിക്കണം, മറ്റൊരാളിലേക്ക് അത് വിട്ടുകിടക്കാൻ പാടില്ല. അങ്ങനെ കിടന്നാൽ അതിന്റെ ഒക്കെ പാപവരെ നാം പേറേണ്ടി വരും. വളരെ ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ തെറ്റുകളുടെ വിഷയത്തിൽ.